ആ സാർ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തും. ഓക്കെ ഓക്കെ, ഞങ്ങളും ഇറങ്ങി സാറേ. ഓൺ ദ വേ ആണ്. ഞങ്ങൾക്ക് ഇനി ഒരു 10 മിനിറ്റ് മതി. അതിനുള്ളിൽ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലെത്തും. അങ്ങനെയാണെങ്കിൽ സാർ അകത്ത് കയറി കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചു വെക്കൂ. അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. എത്ര മണിക്കാ രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്? ടോക്കൺ തന്നിട്ടുണ്ട്. ഒരു 10:30 ആകുമ്പോഴത്തേക്കും എത്തിയേക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ഓ, അപ്പൊ സമയമുണ്ട്. വെപ്രാളൊന്നും പിടിക്കണ്ട. അപ്പോ 1-2 രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ നമ്മളത് കാണൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സർ, അപ്പൊ ഞങ്ങൾ ഉറങ്ങാം. അമ്മേ, ഞങ്ങള് രജിസ്ട്രേഷന് വേണ്ടി പോവാ. ഒരു തടസ്സമില്ലാത്ത കാര്യങ്ങൾ നടക്കാൻ അമ്മയുടെ പ്രാർത്ഥന അനുഗ്രഹവും ഉണ്ടാവണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പുറപ്പെടുന്നത്. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ആ പിന്നെ രജിസ്ട്രേഷന് വേണ്ട പേപ്പറുകളും ചെക്കുകളും ഒക്കെ എടുത്തല്ലോ. അവസാനം അതെടുത്തില്ല ഇതെടുത്തില്ല എന്നും പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എങ്കി വാ, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഇറങ്ങ്. ചെല്ലേ, വാ. ഓ, കളിച്ചു ചിരിച്ച് ദൈവം കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ തന്നെ പോ. ചിരിച്ചുകൊണ്ടിപ്പോ പോകുന്ന നീ കരഞ്ഞുകൊണ്ടായിരിക്കും തിരിച്ചു വന്ന് കയറുന്നത്. രജിസ്ട്രാർ ഓഫീസില് നിന്നെ കാത്ത് ഒരു ഉഗ്രൻ സംഭവം ഇരിപ്പുണ്ട്. ചെല്ല്. മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് സോമശേഖരൻ സാർ എത്തിയ ലക്ഷണമില്ലല്ലോ. അന്യായ ട്രാഫിക് അല്ലേ, നമ്മൾ ബൈപ്പാസ് പിടിച്ച് കയറിയതുകൊണ്ടാ ഇപ്പൊ എത്തിയത്. ഏതായാലും നോക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എന്തായി കാര്യങ്ങൾ? രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നടത്താം. പ്രോപ്പർട്ടിയുടെ ഓണർ ഒന്ന് വന്നോട്ടെ. വന്ന ഉടനെ ഞങ്ങൾ അകത്തേക്ക് വരാം. രജിസ്ട്രാർക്ക് ഒരു മീറ്റിങ്ങിന് പോകാനുള്ളതാ. അതുകൊണ്ട് ഒരുപാട് ടോക്കൺ കൊടുത്തിട്ടില്ല. മാക്സിമം ഒന്ന് സ്പീഡപ്പ് ചെയ്യണേ. ഗൗതം, സോമശേഖരൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കി. ടോക്കൺ തന്നിരിക്കുന്ന സമയം കഴിഞ്ഞ രജിസ്ട്രാർ ഇറങ്ങും. വിളിക്കാം. എന്തു പറ്റുന്നറിയില്ല, പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. ചിലപ്പോ ഡ്രൈവിംഗിലായതുകൊണ്ടായിരിക്കും. നേരത്തെയും ഡ്രൈവിംഗിലായിരുന്നപ്പോഴല്ലേ പുള്ളി ഫോൺ എടുത്തത്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കി. എറി അങ്ങോട്ട്. സ്വന്തം വീട്ടിലേക്കുള്ള വഴിയായതുകൊണ്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വേഗം തിരിച്ചു വിട്ടോ അങ്ങോട്ട്. എന്താ ഇത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളെക്കാത്ത് അവിടെ ഒരു അതിഥി ഇരിപ്പുണ്ട്. ആര്? ആള് VIP ആണ്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇറങ്ങാൻ. ഇറങ്ങാൻ. നടക്ക്. നടക്ക്.
രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ നേരം പൂട്ടിയിട്ട ഡോറ് എങ്ങനെ തുറന്നു എന്ന് ആലോചിക്കുകയായിരിക്കും. എന്ത് ചെയ്യാനാ സാറേ, സാറിനേക്കാൾ വലിയൊരു സാറാ ഇവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് നിങ്ങൾ വരുന്നതുവരെ വെളിയിൽ നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് പൂട്ട് ഞങ്ങളങ്ങ് പൊളിച്ചു. നിന്ന് സമയം കളയണ്ട, വാ, നിങ്ങളുടെ ഗസ്റ്റിനെ കാണണ്ടേ? വാ, കാണിച്ചു തരാം. നടക്ക്. 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 നമസ്കാരം. എന്റെ പേര് CK ചന്ദ്രബോസ്. ബിസിനസ് ലോകത്ത് CKC എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കും. ഇങ്ങനെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഇരിക്കണമെന്നൊന്നും ആഗ്രഹിച്ചതേയല്ല. ഒരു കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടി വന്നതാ. എന്ത് ചെയ്യാനാ, തെറ്റെന്റെ ഭാഗത്താ. ഒരു അല്പം വൈകിപ്പോയി. ഞാൻ എത്തുമ്പോഴേക്കും നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്റെ വീട്ടിനകത്ത് കയറിയത്? ദേഷ്യപ്പെടല്ലേ സോമശേഖരൻ സാറേ, കാര്യങ്ങൾ പറഞ്ഞു വരികയല്ലേ. ഏറെ നേരം കാറിൽ വെയിറ്റ് ചെയ്യാൻ മനസ്സ് വരാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ഇരിക്കാമെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. ഇവന്മാർക്ക് വിവരവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലെന്നേ, ശീലിച്ചതല്ലേ ചെയ്യൂ. പൂട്ടങ്ങ് പൊളിച്ചു. പിന്നെ ഞാൻ കരുതി പൊളിച്ചതോ പൊളിച്ചു, അങ്ങ് കയറി ഇരുന്നേക്കാന്ന്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ ഈ അതിക്രമം കാണിച്ചത്? എന്റെ പെങ്ങളെ, അതിക്രമം കാണിച്ചത് ഞാനല്ല, നിങ്ങളുടെ ഭർത്താവാ. ദാ ഈ നിൽക്കുന്ന സോമശേഖരൻ. നമുക്ക് അത്യാവശ്യങ്ങൾ പലതും കാണും. പണത്തിനാവശ്യമെന്ന് എന്താ ചെയ്യുന്നത്? കയ്യിലുള്ളത് എന്തെങ്കിലും വിറ്റുപറിക്കോ മറ്റോ അത് സ്വരൂപിക്കണം. പക്ഷെ സ്വന്തം പേരിലുള്ളൊരു വീടും പുരയിടവും വിൽക്കുമ്പോൾ അത് വാങ്ങുന്നത് ആരാണെന്നും അവർക്കത് കൊടുക്കണോ എന്നും കൂലങ്കഷമായി ഒന്ന് ആലോചിക്കണം. പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ള ആ വീടും പുരയിടവും ഗൗതമിനും നിധിക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല.